Good morning. ഷെജില മാം സ്റ്റാർട്ട് ചെയ്യാം. Okay. Good morning, all. Good morning. Good morning, ma'am. Have a nice day. Have a happy day. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്, എൻ്റെ പേര് ഷെജീല എന്നാണ്, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എൻ്റെ പേര് ഷെജീല. ഞാൻ വിംബിൾ അക്കാഡമിയിൽ റെമഡിയൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൗൺസിലറാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റിയൽ സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ് ആണ്. കാൾ റോഗേഴ്സിന്റെ പേഴ്സണാലിറ്റി തിയറിയിൽ വരുന്ന കോൺസെപ്റ്റിൽ വരുന്നതാണ് റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ് നമ്മുടെ ലൈഫുമായിട്ട് കുറേ കണക്ഷൻ ഉണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, നമ്മുടെ ലൈഫായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് നമ്മുടെ എൻവയോൺമെന്റിന് വലിയൊരു പങ്കുണ്ടെന്നാണ്. നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാവുമ്പോഴാണ് പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം അതിൽ പറയുന്നത് ഈ പേഴ്സണാലിറ്റി ഗ്രോത്തിനെ പറയുന്നത്, ഡെവലപ്പിന് പറയുന്നത് ഒരു ട്രീനെ ഉപമിച്ചതുകൊണ്ടാണ്. അതായത് ഒരു പ്ലാന്റ് വളരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണം? നല്ലൊരു സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, വളം വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ അതിനൊരു വളർച്ചയും അതില് ഫലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നതുപോലെ തന്നെയാണ് പേഴ്സണാലിറ്റിയും. നല്ലൊരു എൻവയോൺമെന്റും നല്ലൊരു സർക്കിളൊക്കെ ഉണ്ടെങ്കിലാണല്ലേ, നല്ല അതിന് ചുറ്റും നല്ലൊരു പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിലാണ്, അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ മാത്രമാണ് നല്ലൊരു പേഴ്സണാലിറ്റി ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് അദ്ദേഹത്തിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഐഡിയൽ സെൽഫും റിയൽ സെൽഫും ഉണ്ടാവും അല്ലേ? റിയൽ സെൽഫ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? റിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആയിരിക്കുന്ന അവസ്ഥ, അതായത് വിത്ത് ഓൾ യുവർ കേപ്പബിലിറ്റീസ് ആൻഡ് വീക്ക്നെസ്സസ് ആൻഡ് ഫ്ലോസ് ആൻഡ് എവറിത്തിങ്, ഇപ്പോഴത്തെ നമ്മള്. അതെ, താങ്ക് യു മാം. ഇപ്പോ നിലവിൽ നമ്മൾ എന്താണോ അതാണ് റിയൽ സെൽഫ് എന്ന് പറയുന്നത്. അതിൽ നമ്മളുടെ കഴിവുകൾ വരും, അതുപോലെ നമ്മുടെ വീക്ക് പോയിന്റുകൾ വരും, നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, അതുപോലെ തന്നെ ബിഹേവിയർ എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മളുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത്. ആ റിയൽ സെൽഫിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ പെരുമാറ്റം എല്ലാം റിവീൽ ആവും അല്ലേ? നമ്മുടെ റിയൽ സെൽഫില് കൂടുതലും ഈ റിയൽ സെൽഫ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലായിരിക്കും എല്ലാവരുടെയും റിയൽ സെൽഫ് കാണുന്നത്. അതായത് നമ്മളോട് കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ എപ്പോഴും റിയൽ സെൽഫിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ വീട്ടില്, നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത്, നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത്, മക്കളുടെ അടുത്ത്, അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്ത്, അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ എപ്പോഴും റിയൽ സെൽഫിലായിരിക്കും കാണുക അല്ലെ? അപ്പൊ എന്താണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ? നിങ്ങൾ ആക്ച്വലി എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അത്. അതെ, താങ്ക് യു മാം. അതായത് ഐഡിയൽ സെൽഫിലേക്ക് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവും അല്ലെ? നമുക്ക് കുറെ വീക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ എങ്ങനെയാണോ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി അല്ലേ, നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കണം, നമ്മളെ റെസ്പെക്ട് ചെയ്യണം, നല്ല ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും. അതാണ് ഈ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. അത് എന്താണ് കൂടുതലും ഒരു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ സോഷ്യലായിട്ട് ഇടപെടുന്ന സ്ഥലത്തൊക്കെ നമ്മളെപ്പോഴും അല്ലെ കൂടുതലായിട്ട് ഐഡിയൽ സെൽഫിൽ അവിടെ നമ്മുടെ റിയൽ സെൽഫ്, നമ്മുടെ വീക്ക് പോയിന്റുകളൊന്നും ചിലപ്പോൾ അതൊന്നും ചിലപ്പോൾ നമ്മൾ അവിടെ കാണിച്ചു കൊള്ളുന്നില്ല അല്ലെ? നല്ലൊരു സോഷ്യൽ പ്ലേസിലൊക്കെ നമ്മ എപ്പോഴും ഐഡിയൽ ആയിട്ടല്ലേ നിൽക്കണുണ്ടാവുക മറ്റുള്ളവരുടെ മുമ്പില്. നല്ലിപ്പോ ഓഫീസിൽ ഒരു ബോസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാഫിന്റെ മുമ്പിൽ ഭയങ്കര നല്ല രീതിയിൽ അവരുടെ പെരുമാറ്റം, അതുപോലെ തന്നെ അവരോടൊക്കെ നല്ലതായി, അപ്പൊ അവരുടെ ഒരു റെസ്പെക്റ്റ്,
അല്ലെ? അവര് അതൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ സെയിം ആള് തന്നെ വീട്ടിൽ ചിലപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ റിയൽ സെൽഫ് വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ആരായിരിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഈ ഒരു ഐഡിയൽ സെൽഫിൽ വരും അല്ലെ? അതുപോലെ ഈ ഒരു ഐഡിയൽ സെൽഫ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാല് ലക്ഷ്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, അതുപോലെ വാല്യൂസ്, സാമൂഹികമായിട്ടുള്ള പ്രതീക്ഷകള്, അതുപോലെ തന്നെ അത് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാല് മാതാപിതാക്കൾ, പാരൻസ്, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ളത്, അവിടെയൊക്കെ അവയിൽ നിന്നൊക്കെ നമുക്ക് അതിൽ നിന്നൊരു സ്വാധീനം കിട്ടുന്നുണ്ട് ഈ ഒരു ഐഡിയൽ സെൽഫിലേക്ക് വരാനായിട്ട്. ഇനി ഈ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റിയൽ സെൽഫിൽ ഞാനിപ്പോൾ എന്താണോ അതാണ് റിയൽ വരുന്നത്. ഐഡിയൽ സെൽഫിൽ എന്ന് വെച്ചാൽ നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിത്വം. അതുപോലെ തന്നെ കഴിവുകളുടെ കാര്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അതാണ് റിയൽ സെൽഫിൽ വരിക. ഐഡിയൽ സെൽഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇപ്പം ഇല്ലാത്തതായിരിക്കാം, നമുക്ക് ഇങ്ങനെ ആവണം എന്നുള്ള കുറെ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ സ്വപ്നങ്ങൾ, എനിക്ക് ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എല്ലാ കഴിവുകളും നമ്മൾ ഇതുപോലെ ഐഡിയലായിട്ട് ചിന്തിക്കുക. അതുപോലെ നിലവിലെ സ്വഭാവം, നമ്മുടെ ബിഹേവിയറിൽ കുറെ വീക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഐഡിയലിലോട്ട് വരുമ്പോൾ അതിനെ കുറച്ചും കൂടെ മോൾഡ് ചെയ്തിട്ട് അല്ലേ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കായിരിക്കും. അപ്പൊ റിയൽ സെൽഫിൽ വരുമ്പോൾ എന്താണ്, കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, നമുക്ക് ഉണ്ടാവുന്ന വീക്ക് പോയിന്റ്, അതൊക്കെ നമ്മൾ അതിൽ നിന്നുകൊണ്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡിയൽ സെൽഫ് നമുക്കൊരു മോട്ടിവേഷൻ തരാറുണ്ട് അല്ലേ? അതായത് നമ്മുടെ റിയൽ സെൽഫ് ചിലപ്പോൾ നമ്മളുടെ പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ നമുക്ക് ശ്രമിച്ചൂടെ? അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു മോട്ടിവേഷൻ സ്റ്റൈലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയൽ സെൽഫ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് ഈ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും എന്ത് ചെയ്യണം, ഒരു ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അല്ലാതെ നമ്മുടെ റിയൽ സെൽഫ് ഒരു രീതിയിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, വളരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയൽ സെൽഫാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഒരു കുട്ടി, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി അതിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്ക് ഫുൾ A+ വേണം എന്നാണ് വിചാരിക്കുക. പക്ഷെ ആളുടെ റിയൽ സെൽഫിൽ വരുന്നത് ആ കുട്ടിക്ക് പല വിഷയങ്ങളും ബിലോ ആവറേജ് ആണെങ്കിൽ നമ്മൾ അവിടെ A+ പ്രതീക്ഷിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവോ? അതായത് ഇത് രണ്ടും മാച്ച് ആവണം അല്ലെ, നമുക്ക് കഴിയണം, ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹം കൂടി നമ്മളാണെങ്കിലാണ് ഇത് രണ്ടും മാച്ച് ആയിട്ട് പോകുള്ളൂ. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഈ ഒരു റിയൽ സെൽഫുമായിട്ട് കണക്ട് ചെയ്ത് പോവുക, ബാലൻസ് ചെയ്ത് പോയാലാണ് നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റി അതൊരു ഉപകാരമാവാന്ന് പറയാം. അതുപോലെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ വലിയൊരു ഗ്യാപ്പാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിരാശ ഉണ്ടാവും അല്ലെ? നിരാശ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ അത് നമ്മുടെ റിയൽ സെൽഫ് ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കും അല്ലെ? മറ്റുള്ളവർക്ക് അതൊരു സമാധാനക്കേടും സന്തോഷക്കുറവും ഒക്കെ ഉണ്ടാക്കൂലേ? അപ്പൊ അതൊരു നിരാശ, അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതുപോലെ കുറ്റബോധം, സ്ട്രെസ്, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ. ഇനി ഇത് തമ്മിലുള്ള ഇത് ബാലൻസിങ് ഉണ്ടെങ്കിലോ കോൺഫിഡൻസ് കൂടും. അതുപോലെ തന്നെ ഒരു സെൽഫ് എസ്റ്റീം, ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ്, റിയൽ സെൽഫ് ആക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പലർക്കും ഈ ഒരു റിയൽ സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടി, അല്ലെങ്കിൽ അതൊരു സ്വന്തം കുറവുകളൊന്നും അംഗീകരിക്കാതെ ഈ ഐഡിയലിലോട്ട് മാത്രം പോകുന്നത് അതുകൊണ്ടാണ്, സെൽഫ് ആക്സെപ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോ ഇതൊരു ബാലൻസിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ
സെൽഫ് ആക്സെപ്റ്റൻസ്, സെൽഫ് എസ്റ്റീം ഉണ്ടാവും. അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിന്, മെന്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. സ്ട്രെസ് കുറയും. അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവും. ഈ ഒരു ഐഡിയൽ സെൽഫ് എപ്പോഴും നമ്മളൊരു മോട്ടിവേഷൻ ആയിട്ട് മാത്രം എടുക്കുക. അതായത് റിയൽ സെൽഫിനെ അവിടെ വെച്ചിട്ട് ഐഡിയൽ സെൽഫ് നമ്മളെ പ്രതീക്ഷകൾ മാത്രമായി കൊണ്ട് നടക്കരുത്. അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇനി ഈ രണ്ട് കാര്യങ്ങളും, റിയൽ ആൻഡ് ഐഡിയൽ സെൽഫ് ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിയൽ സെൽഫ് റിവീൽ ചെയ്യാണ്ടിരിക്കുമ്പോൾ ബന്ധങ്ങളിൽ കുറെ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട് അല്ലെ. അത് കൂടുതലും എപ്പോഴാണ് ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, പുതിയ ലൈഫിലേക്ക് കടക്കുക, അതായത് ഒരു കല്യാണം, ഒരു മാരേജിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലവ് അഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമിൽ ഈ രണ്ട് വ്യക്തികൾ എന്തായിരിക്കും അവിടെ കൂടുതൽ ഈ പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നത് ഐഡിയൽ സെൽഫ് ആയിരിക്കും അല്ലേ. അങ്ങനെ കണ്ടിട്ടില്ലേ? ആ സമയത്ത് അവർക്ക് ഭയങ്കര കെയറിങ് ആയിരിക്കും, എൻജോയ്മെന്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ലവ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ അവരുടെ വൈബൊക്കെ ഭയങ്കര കണക്റ്റ് ആയിരിക്കും. അപ്പൊ അവര് ഈ സംസാരത്തിലൂടെ, ഇപ്പൊ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് മുമ്പ് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അവര് ആ സമയത്തായിരിക്കില്ല ഭയങ്കരമായിട്ട് സംസാരിച്ച് കണക്ട് ആവുന്നതും. ഇപ്പൊ അഫെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള സമയത്ത് അവരെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരം ഈ ഒരു ഐഡിയൽ സെൽഫിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അവിടെ റിയൽ സെൽഫ് എന്ത് ചെയ്യും അവര് ആ സമയത്ത് കാണിക്കുന്നില്ല. അപ്പൊ ആള് റിയൽ ആയിട്ട് എന്താണെന്നുള്ളത് അവരുടെ പാർട്ട്ണർക്ക് മനസ്സിലാവുന്നില്ല. രണ്ടുപേരും ഏകദേശം അതുപോലെ ആയിരിക്കാം. അവരുടെ പോസിറ്റീവ് മൊത്തം, അതായത് ഇവര് ഈ വാക്കുകളിലൂടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഐഡിയൽ സെൽഫാണ്. അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ പാർട്ട്ണർ എന്ത് ചെയ്യുക, ഈ ഒരു മാരേജിലേക്ക് കടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിഞ്ഞു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, 2 3 4 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കറക്റ്റ് സിറ്റുവേഷനിലേക്ക് കടന്നു, ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ പലപ്പോഴും ഓരോ റിലേഷൻഷിപ്പിൽ നമ്മൾ കേട്ട് വരുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എനിക്കിപ്പോ തീരെ സമയം കിട്ടുന്നില്ല, എന്നോട് ഇപ്പൊ സംസാരിക്കുന്നില്ല, അങ്ങനത്തെ കുറെ പരാതികൾ നമ്മൾ കേൾക്കാറില്ലേ. ചിലപ്പോ നമ്മളും പറയാറൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. കൂടുതലും ലേഡീസ് പറയണ്ടാവും, നിങ്ങളിപ്പോ കിട്ടാനേ ഇല്ല, എനിക്ക് ടൈം തരുന്നില്ല, എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അവിടെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് അല്ലേ. അങ്ങനത്തെ കുറെ പരാതികൾ വരുന്ന എന്താണ്, ആൾക്ക് പറ്റുന്നതിനേക്കാട്ടിലും കൂടുതൽ അവര് എക്സ്പെക്ടേഷൻസ് കൊടുത്തു കഴിഞ്ഞു. അവിടെ പെട്ടെന്ന് ഇവരുടെ സിറ്റുവേഷനിലേക്ക് കടക്കുമ്പോൾ ഈ ആളുടെ റിയൽ സെൽഫ് പുറത്തു വന്നു അല്ലേ. പുറത്തു വരുമ്പോ എന്താണ്, നമ്മൾ ഈ പാർട്ട്ണർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആള് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ എന്നുള്ളത്. അവരെപ്പോഴും ആ ഒരു ഐഡിയൽ ലോകത്തായിരിക്കും അവരുടെ മൈൻഡ് ഉണ്ടാവുള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മിഥുനം സിനിമയില്ലേ. മിഥുനം എല്ലാ കപ്പിൾസും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. മിഥുനം പോലെ ഉണ്ട് എന്നൊക്കെ പറയും, ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ പറയും. പണ്ട് ആ സിനിമയിൽ അങ്ങനെയായിരുന്നു. ഈ ലവ് ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് കുറെ സ്വപ്നങ്ങളും ഭയങ്കര സ്നേഹമൊക്കെ കലർത്തിയിട്ട് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ എന്താണ്, ആളുടെ ജീവിത സാഹചര്യം ഭയങ്കര മോശമായിരുന്നു അല്ലെ. അപ്പൊ നേരെ ഒന്ന് മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു സിനിമ കാണുമ്പോ മിക്ക ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മിഥുനാണെന്നുള്ളത്. പുറത്തു പോവാൻ അവർക്ക് ഒരു പേഴ്സണൽ സ്പേസ് പോലും ഇല്ല അല്ലെ. ഇടക്കിടക്ക് പറയണം, എന്നോട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പൊ അതാണ് ഈ ഒരു നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു ഐഡിയൽ സെൽഫ് റിവീൽ ചെയ്തില്ലെങ്കിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. റിലേഷൻഷിപ്പിൽ എപ്പോഴും ഗ്യാപ്പ് വരുന്നതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡിയൽ സെൽഫ് അവിടെ കാണിച്ചു, റിയൽ സെൽഫിനെ മറച്ചു വെച്ചു. അപ്പോ ഇനി ബന്ധങ്ങളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല എന്നാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. അതായത് ഇവരുടെ റിയൽ സെൽഫിനെ ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ പാർട്ട്ണറിന്റെ അടുത്ത് അവരത് കാണിക്കാത്തത് അല്ലെ. ഐഡിയൽ സെൽഫ് കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ സ്വയം അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല.
എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടും സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ അതിന്റെ ഇടയിൽ ഇങ്ങനെ പരാതികളും അങ്ങനെയൊക്കെ വരുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇയാൾക്ക് സ്വയം തോന്നും എന്താണ് ഞാൻ നല്ല ആളല്ല, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരൻ. അവര് എന്താ വെച്ചാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവൂല. ഇവര് സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും എന്താണ് മറ്റുള്ളവരെ അംഗീകാരത്തിനായിട്ട് ഇവർ വെയിറ്റ് ചെയ്യും. മറ്റുള്ളവരെപ്പോഴും ഇയാളെ നല്ലത് പറയണം എന്നായിരിക്കും ഇവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവാന്ന് പറഞ്ഞാല് ബന്ധത്തില് ഡിപ്പെൻഡൻസി കൂടും. അതുപോലെ അസൂയ, ഇൻസെക്യൂരിറ്റി എന്നിവയുള്ളൊക്കെ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഐഡിയൽ സെൽഫ് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് പേഴ്സണാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അല്ലെ. അതായത് റിയൽ സെൽഫ് നമ്മൾ അവിടെ മറച്ചു വെക്കുമ്പോൾ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നമ്മളുള്ള ആളല്ല. അവിടെ എന്താണ് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആണല്ലേ നമ്മൾ പാർട്ട്ണറിന് കൊടുക്കുന്നത്. ഈ പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഒരു ഫേക്കാണ്, അഭിനയം. അതായത് അവരുടെ ലൈഫിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും ഇവരുടെ പാർട്ട്ണറിന് അല്ലെ. പറഞ്ഞു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങള് അതെല്ലാം എന്നറിയുമ്പോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും ഇവർ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അത് കാരണം എന്താണ്, ഇവരുടെ റിയൽ സെൽഫ് പുറത്തു വരുമ്പോ ഒരു വിശ്വാസക്കുറവ്, ട്രസ്റ്റ് കുറയും അല്ലെ. ട്രസ്റ്റ് കുറയും. അതുപോലെ ഈ പറഞ്ഞ പരാതികൾ, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ള പരാതികളൊക്കെ വരും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പില് ബാധിക്കുന്ന ഒരു കാര്യമാണ് പാർട്ട്ണറിനെ ഐഡിയൽ സെൽഫ് പോലെ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതായത് നമ്മൾക്ക് ഉള്ളത് പോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിനും ഉണ്ടാവും ഈ പറഞ്ഞ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുക എന്താണ്, എൻ്റെ പാർട്ട്ണർക്ക് അവരങ്ങനെ ആയിരിക്കണം, എന്നോട് ഇങ്ങനെ ആയിരിക്കണം, അവരെങ്ങനെ ചെയ്താലാണ് ഞാൻ ഹാപ്പി ആവാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മിക്കയിടത്തും ഉണ്ടാവാറുണ്ട് അല്ലേ. അതായത് നമ്മളത് കൊടുക്കാണ്ട് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അതായത് അവരങ്ങനെ ആയിരിക്കണം, എന്നെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കെയർ ചെയ്യണം, എൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. ഇപ്പൊ രണ്ടുപേരും നമ്മൾ അത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ പാർട്ട്ണറിനെ ഐഡിയൽ സെൽഫിലോട്ട് മാറ്റാൻ പറ്റുമ്പോ, നമ്മൾ ഈ പരാതിയൊക്കെ പറയുന്നത് എന്തിനാ, ഈ ഐഡിയൽ സെൽഫിലോട്ട് മാറ്റുമ്പോഴാണ് അല്ലെ, ഈ കുറെ പരാതികൾ വരുമ്പോ. അപ്പോ പാർട്ട്ണറിനെ നമ്മളെപ്പോഴും ഐഡിയൽ സെൽഫിലേക്ക് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഒരു വാല്യൂ ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഒരു സ്ട്രെസ് ആയിരിക്കും, ഒരു സഫോക്കേഷൻ ഒക്കെ ഉണ്ടാവും. അതുപോലെ ബന്ധത്തില് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അതുപോലെ ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഡിസ്റ്റൻസ് ഒക്കെ ആവും. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് വരുന്ന ഒരു ഫ്രസ്ട്രേഷൻ പാർട്ട്ണറിലേക്ക് കടത്തിവിടും. നമുക്ക് ദേഷ്യം വരിക, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വഴക്കുണ്ടാക്കുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുമ്പോൾ. എന്താന്ന് വെച്ചാൽ ഇവര് സെൽഫായിട്ട് ഇവര് ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഇവരിത് പ്രതീക്ഷിക്കുകയാണ് പാർട്ട്ണറിൽ നിന്ന് അല്ലേ. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് നോക്കിക്കഴിഞ്ഞാല് റിയൽ സെൽഫിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാ. നമ്മുടെ അവിടെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഉണ്ടാവൂലേ പോരായ്മകള്, നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും ഒരാളുടെ സ്വഭാവത്തില്. അപ്പോൾ അത് റിവീൽ ചെയ്യുമ്പോൾ മാത്രമാണല്ലേ നമുക്കത് പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ ഒരു ഇതില് ഐഡിയൽ സെൽഫ് മാത്രം കൊടുക്കുമ്പോൾ ആ രീതിയിൽ മാത്രമേ ചിലപ്പോൾ സംസാരം പോകുന്നുണ്ടാവുള്ളൂ. ഈ റിയൽ സെൽഫും കൂടെ നമ്മൾ അവിടെ റിവീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അവരെ ഫ്യൂച്ചർ പ്ലാൻസുകൾ ഒക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അതുപോലെ തന്നെ ക്യാരക്ടർ, ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ സെൽഫ് കാണിച്ചാലും എന്താണ്, നമ്മുടെ പാർട്ട്ണറിന് നമ്മളോട് ആ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോ അത് കാണിക്കുക എന്നുള്ളതാണ്.
അതുപോലെ ഈ ഐഡിയൽ സെൽഫ് വേണ്ട എന്നല്ല, അത് വേണം. നമ്മുടെ റിയൽ സെൽഫിലുള്ള പോരായ്മകൾ മാറ്റാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് വേണം എന്ത് ചെയ്യണം, ഐഡിയൽ സെൽഫിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളെ വാക്കുകൾ എനിക്ക് എങ്ങനെ ആയിരിക്കണം, ഞാൻ ഇതാവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മള്, ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ നാളുകളിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു എന്നൊക്കെ. പക്ഷെ അത് പോകെ പോകെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് ഐഡിയൽ സെൽഫ് അക്സെപ്റ്റ് ചെയ്ത് അത് മാറ്റുന്നത് കൊണ്ടാണ് ആ ഒരു ദേഷ്യം ഉള്ള ആളുകൾക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ദേഷ്യം മാത്രമല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചേഞ്ച് വരുത്താൻ പറ്റുന്ന എന്താണ്, ആ ഐഡിയൽ സെൽഫ് കൊണ്ടുണ്ടാവുന്ന ആ ഗുണം, അതിന്റെ ഒരു പോസിറ്റിവിറ്റി മനസ്സിലാവുമ്പോൾ അത് ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം എന്ത്, ഈ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. അതിനെ ആ ഒരു മോട്ടിവേഷൻ ആയിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും നിൽക്കാൻ പറ്റൂല. അവിടെ നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക. അതിൽ പെർഫെക്ഷൻ കൊണ്ടുവരാന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവൂലേ, നമ്മുടെ റിയൽ സെൽഫ് കാണിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്താണ്, പരസ്പരം ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇമോഷണലി ഒരു സേഫ്റ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും സാധിക്കും. ഇനി ഈ ഒരു റിയൽ ആൻഡ് ഐഡിയൽ സെൽഫ് രണ്ട് സിറ്റുവേഷൻ പറയാം. ഒന്ന് നെഗറ്റീവ് സിറ്റുവേഷനും ഒന്ന് പോസിറ്റീവ് സിറ്റുവേഷനും പറയാം. അതായത് ആളുടെ റിയൽ സെൽഫില് ഫിയർ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഫിയർ ഉള്ള ഒരാളാണ് റിയൽ സെൽഫില്. അതിന് ആളുടെ ഐഡിയൽ സെൽഫ് എന്താണ്, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണ്, അതുപോലെ തന്നെ ഞാൻ ഭയങ്കര കൂളാണ് എന്നുള്ള ഒരു ഐഡിയൽ സെൽഫ് ഉള്ള ഒരാള്. ആളുടെ റിയൽ ആണെന്നുണ്ടെങ്കിലോ ഫിയർ ഉള്ള ഒരാള്. അപ്പോ ഇത് റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോ ഈ ഫിയർ എന്ത് ചെയ്യും, നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്, ഈ ഫിയർ ഇയാള് മറച്ചു വെച്ചു അല്ലെ. ഈ ഫിയർ ഇയാൾ മറച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു യഥാർത്ഥത്തിൽ ആൾക്ക് ഫിയർ ഉണ്ട്, അത് മറച്ചു വെച്ചാലും നമുക്ക് എനിക്ക് ഫിയർ ഇല്ല എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. നമ്മളുടെ പ്രവൃത്തിന്നത് എന്തായാലും കാണും. അത് പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിന്റെ മുമ്പിലൊന്നും നമുക്ക് അധികം ഒന്നും ഇത്തരത്തിലുള്ളതൊന്നും മറച്ചു വെക്കാൻ പറ്റൂല. അപ്പൊ അവിടെ എന്താന്ന് വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ്, ഇപ്പൊ ഫിയർ തന്നെ ആവണമെന്നില്ല, അവരായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് മറച്ചു വെക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതാണ് ഒരു സിറ്റുവേഷൻ. ഇനി അതേ സംഭവം തന്നെ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ അത് തന്നെയാണെന്ന് വിചാരിക്കുക. അതൊരു പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, മറ്റേത് ഹൈഡ് ചെയ്തു, ഇവിടെ റിവീൽ ചെയ്യുന്നു. അതായത് ഇയാളുടെ ഫിയർ ആയാലും ഇൻസെക്യൂരിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇയാളുടെ റിയൽ സെൽഫ് അതാണ്. ആള് അത് റിവീൽ ചെയ്തു, പാർട്ട്ണറിനെ അറിയാം ഈ ആൾക്ക് കുറച്ച് പേടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് അത് അറിയാമെന്നുണ്ടെങ്കിൽ, ആ റിയൽ സെൽഫ് അവിടെ ഹൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, ആ പാർട്ട്ണർ അയാളെ സപ്പോർട്ട് ചെയ്യും അല്ലേ. എവിടെയാണോ എന്ത് കാര്യത്തിലാണോ ഈ ആൾക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നത് അല്ലെങ്കിൽ ഫിയർ വരുന്നത്, അപ്പൊ അത് ചേഞ്ച് ആവാൻ അല്ലെങ്കിൽ അതിന് ഒരു സപ്പോർട്ടിങ് ആയിട്ട് അയാൾ നിൽക്കും. അപ്പോ ഈ പറഞ്ഞ ആൾക്കത് ക്ലിയർ ചെയ്യാനും അത് മാറ്റിയെടുക്കാനും പറ്റും. ഇവര് തമ്മിലുള്ള ഒരു എന്താണ് ബോണ്ടിങ്ങും സപ്പോർട്ടും, ആ ഒരു ബോണ്ടിങ് അവരുടെ സ്ട്രോങ് ആവും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് ഹൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താ, നമുക്ക് സ്വയം ആക്സെപ്റ്റൻസ് ഇല്ലാത്തപ്പോഴാണ് നമ്മളിത് ഹൈഡ് ചെയ്യുന്നത്. നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് അവർക്ക് എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അവരത് മനസ്സിലാക്കി എടുക്കും. അപ്പൊ അവർ തമ്മിൽ എന്താണ്, ഇവരിത് സമ്മതിക്കുന്നില്ലല്ലോ, ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. ആ സ്ഥാനത്ത് നമ്മൾ റിയൽ സെൽഫ് കാണിച്ചു കഴിയുമ്പോൾ ഈ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പര ധാരണ ഉണ്ടാവും. എന്റെ കുറവുകൾ ഇത് ആണ് എന്നുള്ളത് മറ്റാൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആള് സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവര് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും അല്ലെ. അതാണ് ഇത് രണ്ടും തമ്മിൽ, ഹൈഡ് ചെയ്യുമ്പോഴും റിവീൽ ചെയ്യുമ്പോൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല്. അപ്പോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ സെൽഫ് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഐഡിയൽ സെൽഫ് കൂടുതലായിട്ട് ഐഡിയൽ സെൽഫാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ട്രസ്റ്റ് കുറയ്ക്കും. ഒരു അഭിനയമായിട്ട് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് മാറും അവിടെ.
അതുപോലെ തന്നെ പാർട്ട്ണറിനെ നമ്മൾ ഐഡിയലിലോട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് സെൽഫ് ആക്സെപ്റ്റൻസും അതുപോലെ തന്നെ റിയൽ ആൻഡ് ഐഡിയൽ സെൽഫ് ബാലൻസിങ്ങും ആണ് ഹെൽത്തി റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ നന്നായിട്ടുണ്ടാവുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു സെൽഫ് കോൺസെപ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഓൾ. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ ആഡ് ചെയ്യാനുണ്ടെങ്കിലും. Hello, good morning, ma'am. How are you? ഗുഡ് മോർണിംഗ് സർ. ഫൈൻ, താങ്ക് യു. ഞാന് സംഭവം ആദ്യമായിട്ട് സൈക്കോളജി പഠിക്കുന്നവർക്കൊക്കെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഏറ്റവും നല്ല മനോഹരമായി നമ്മളിപ്പോ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന രണ്ടാളുകളാണ് സിഗ്മണ്ട് ഫ്രോയിഡും അതേപോലെ കാൾ റോജേഴ്സും. ഇവരെ തിയറി പഠിക്കാണ് നമ്മൾ ഒരു സൈക്കോളജിയും പോവാറില്ല. അതില് കാൾ റോജേഴ്സിന്റെ നമുക്ക് സാധാരണ കൗൺസിലിംഗ് സെഷനിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെഷനാണ് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള രണ്ട് വാക്കാണ് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും. ആ ഒരു സെൽഫ് റിഫ്ലക്ഷന് നല്ല രീതിയിൽ ഇവിടെ ഒരുപാട് എക്സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അതേപോലെ ഇത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നടക്കുക, അതേപോലെ അതിൽ ഉൾപ്പെടുത്തിയ അൺകണ്ടീഷൻ പോസിറ്റീവ് റിഗാർഡ് എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ഫാമിലി ലൈഫിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളിലൊക്കെ. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഇതേപോലെ ക്ലാസ്സുകൾ നമുക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം പ്രത്യേകിച്ച് സൈക്കോളജി ഫീൽഡിലൊക്കെ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും, അവർക്കൊരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഇതേപോലെ ഒരു തെറാപ്പി സെഷൻ അല്ലെങ്കിൽ ഒരു തെറാപ്പി ഒരു മെത്തേഡുകൾ പഠിപ്പിക്കുന്ന രീതിയിൽ. കാരണം ഹ്യൂമനിസ്റ്റിക് തെറാപ്പി പഠിക്കാണ്ട് ഒരാളും ഒരു കൗൺസിലിംഗ് സെഷനും പോയിട്ട് കാര്യമില്ല. കാരണം നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ആ ക്ലയന്റിനെ കുറിച്ച് മനസ്സിലാക്കാതെ, ആ ഒരു പേഴ്സൺ എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ഇനി CBT RBT എന്തോ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആദ്യം നമ്മൾ ഈ ഒരു പേഴ്സൺ സെന്റേർഡ് ഉപയോഗിക്കുക, അത് മനസ്സിലാക്കുക, ആ ഒരു വ്യക്തിയെ കുറിച്ച് എന്താണ് അയാളുടെ ലൈഫിൽ, അയാൾ എങ്ങനെയൊക്കെയാണ് കടന്നു പോയിട്ടുള്ളത്, അയാളുടെ ജീവിതത്തെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അയാൾ എവിടെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉള്ളത്, ഇതൊക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻ എഗെയിൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഷെജീല മാം. ഗുഡ് മോർണിംഗ് മാം. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. സാറ് പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ, എപ്പോഴെങ്കിലും അല്ല മിക്കപ്പോഴും നമ്മൾ എല്ലാവർക്കും തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് അല്ലെങ്കിൽ ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ലൈഫിൽ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫ് ആയാലും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആയാലും ഒക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയ കാര്യങ്ങളാണ് അല്ലേ. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ മാം. താങ്ക് യു. താങ്ക് യു ബോബി മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നല്ല ക്ലാസ് ആയിരുന്നു. ഈ റിലേഷൻഷിപ്പ് എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാകുന്ന ഈ NPD നർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേ, അങ്ങനെയുള്ളവരുടെ അടുത്തുള്ള ലൈഫില് ഇത് ഒത്തിരി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരവരുടെ റിയൽ സെൽഫ് പുറത്ത് കാണിക്കത്തേയില്ല. അവരുടെ ഐഡിയൽ സെൽഫ് അല്ലേ അവർ പുറത്ത് കാണിക്കും. പക്ഷെ വീട്ടിൽ എന്താ നടക്കുന്നത്, റിയൽ സെൽഫ് എന്താണെന്ന് കൂടെ ഉള്ള പാർട്ട്ണർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. സോ റിലേഷൻഷിപ്പിനെ അത് ഒത്തിരി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് റിയൽ സെൽഫ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അത് ബാലൻസ് ചെയ്ത് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ജസ്റ്റ് ലൈക്ക് യു സെഡ് അതൊരു മോട്ടിവേഷണൽ ഇതായിട്ട് എടുത്തിട്ട് വാട്ട് യു വാണ്ട് ടു ബിക്കം അതിലേക്ക് നമ്മൾ എത്തുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് അവരവരുടെ ഡെവലപ്മെന്റിനും അവരവരുടെ സക്സസിലേക്ക് നയിക്കുന്നതിനും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെ റിലേഷൻഷിപ്പിന് ഇത് ഒത്തിരി എഫക്റ്റ് ആകുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് പ്രത്യേകിച്ച് ഈ ന്യൂ ഇയറിൽ നല്ലൊരു ടോപ്പിക്ക് നമ്മുടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും
ബാലൻസ്ഡ് ആണോ എന്ന് മനസ്സിലാക്കാനും എവിടെയാണ് നമുക്ക് കറക്ഷൻ വേണ്ടിയതെന്നുള്ളത് മനസ്സിലാക്കി അത് ഒരു ബാലൻസിൽ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. വെരി ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു. ബെനിഫിഷ്യൽ വൺ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് സൂസൻ മാം. മാം പറഞ്ഞ പോലെ തന്നെ NPD ഭയങ്കര ഒരു ഇതാണല്ലേ, അവരാണ് കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഡിയൽ സെൽഫ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണറിനെ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നല്ലേ. ആളത് കാണിക്കുകയുമില്ല, ആള് പുറത്തോട്ടായിരിക്കും നല്ലൊരു ക്യാരക്ടർ ആയിട്ട് ഉണ്ടാവുക. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഈ ഗുഡ് മോർണിംഗ് മാം, നല്ല സെഷൻ ആയിരുന്നു. ഈ ഐഡിയൽ സെൽഫ് റിയൽ സെൽഫ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ വരുന്നവരെല്ലാം കാൻഡിഡേറ്റ്സ് എല്ലാം കൂടുതലും ഐഡിയൽ സെൽഫാണ് കാണിക്കുക, അവർക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കുക. അത് അത്യാവശ്യം നല്ലൊരു റിക്രൂട്ടർ ആണെങ്കിൽ മനസ്സിലാവും 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പം. പക്ഷെ അത് മനസ്സിലാവാത്തവരാണെങ്കിൽ നമ്മൾ അവരെ എടുക്കും. പക്ഷെ പിന്നീട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആളെടുത്ത് പോയല്ലോ, ഇനിയിപ്പോൾ വേറെ ആളെടുക്കുന്നതും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സാമ്പത്തികവും അല്ലാത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പം മാം പറഞ്ഞ പോലെ പരമാവധി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അത് 2 സൈഡിലേക്കും ബാലൻസ് ചെയ്യണം. 2 എക്സ്ട്രീം ആവരുത്. അതായത് ഞാൻ ഇത്രയും മോശപ്പെട്ട ഒരാളാണ്, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതരുത്. അല്ലെങ്കിൽ ഞാൻ ഒരു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മുസാഫിൻ്റെ നടുക്കണ്ടമായിട്ടേ ജീവിക്കുള്ളൂ എന്നും വിചാരിക്കരുത്. അപ്പം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. എന്താണ് നമ്മുടെ ജന്മനായുള്ള ഒരു ക്യാരക്ടർ, അതിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പരമാവധി പുറമെ പെരുമാറുന്നതും നമ്മളെ ശരിക്കുള്ള സ്വഭാവം ഒരുപോലെ ആക്കാനും ശ്രമിക്കുക. അല്ലെങ്കിൽ നേരത്തെ മാം പറഞ്ഞ പോലെയുള്ള കോൺഫ്ലിക്റ്റ് പിന്നീട് അനുഭവിക്കേണ്ടി വരും. ആ ഒരു സമയത്ത് പിന്നെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞതൊക്കെ സാധ്യമാവുക അല്ലേ? രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ റിയൽ ഐഡിയലിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ടാവണം. ആദ്യം പ്രോബ്ലം ഉണ്ട് എന്ന് ആദ്യം അക്നോളജ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഇംപ്രൂവ് എനിത്തിങ്. ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. ഇല്ലാത്തൊരു കാര്യത്തിന് നമുക്ക് ഉണ്ടാക്കാനും നന്നാക്കാനും പറ്റില്ലല്ലോ. നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവരത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ എടുക്കുക, പിന്നെ അതിന് ഇമ്പ്രൂവ് ചെയ്യുക. അല്ല നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരാന്ന് വിചാരിച്ചിരുന്ന നമുക്ക് മാത്രമായിരിക്കും നമ്മൾ തികഞ്ഞവർ, ബാക്കി എല്ലാവർക്കും നമ്മൾ അത്ര ചില ആളുകൾ തികഞ്ഞവരായിരിക്കില്ല. പറയാറില്ലേ, ചില ആളുകളോട് നമ്മൾ സംസാരിക്കാം, ഞാൻ റോക്സാറിന്റെ അതിന്റെ കൂടെ ആഡ് ചെയ്യാണ്, ചില ആളുകൾ ഉണ്ടാവാറില്ലേ, എത്ര പറഞ്ഞാലും അവരെ ഭാഗമാണ് ശരിയെന്ന് കരുതുന്ന ആളുകളില്ലേ. നമ്മൾ എത്ര ശരി അവരോട് പറഞ്ഞു കൊടുത്താലും അവരെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അവർ അംഗീകരിക്കൂല. ഞാൻ പിടിച്ച മുയലിനാണ് 4 കൊമ്പ് എന്ന് പറയുന്ന ഒരു ടീമാണ്. അവിടെ ഈ ഒരു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഒക്കെ വർക്കാവോ? എവിടെ വർക്കാവുന്നു? അവരോട് അവരെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അവരേതായാലും സ്വയമായിട്ട് നന്നാവൂല. അപ്പൊ അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയോ? അപ്പൊ അവിടെ എന്താണ് അവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകളെ നമ്മൾ മാക്സിമം ഈ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് സാറ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഇംബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത്. അവിടെ അത് നടക്കുവോ? ആ വീട്ടിലുള്ള ആളുകൾക്കായിരിക്കും സ്ട്രഗിള് കൂടും അല്ലേ? അതെ, സ്ട്രഗിള് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് സ്ട്രഗിള് കൂടും, അറ്റാച്ച്മെന്റ് കുറയും, ഭയങ്കര കുറവായിരിക്കും. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അത്തരം ആളുകളുമായിട്ട് നമ്മൾ ഒരു സ്പേസ് ഇടുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോഴും നമ്മൾ ഇന്നലെ നമ്മളെ സ്റ്റെഫി മാം പറഞ്ഞ പോലെ നമ്മൾ പ്രിവെന്റ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക നമ്മളെ തന്നെ. അതെ, ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റൂലേ, അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് ഇല്ലാത്ത ആളുകളെ നമ്മൾ വേഗം വിട്ട് കളയും. കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടാവും. പക്ഷെ ഫാമിലി ലൈഫിലോട്ട് വരുമ്പോഴാണ് പ്രശ്നം. അവർക്ക് ഇട്ടിട്ട് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും.
ഒരു പ്രതീക്ഷയോടെ ജീവിക്കാം, എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ ഒന്നും ഫാമിലി ലൈഫിൽ പറഞ്ഞതോ ഇട്ടെറിഞ്ഞൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതെ അവരേതായാലും നന്നാവില്ല എന്നുള്ള വാശിയോട് കൂടിയാണ്. കാരണം അവരെ ഭാഗമാണ് പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനൊക്കെ ചെയ്താലേ എന്റെ ഭാഗത്തൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണ്. അവിടെ ഒരു NPD ഇല്ല, അതേപോലെ ഒരു OCD ഇല്ല, OCPD ഒന്നും ഇല്ല അവിടെ. പക്ഷെ ആ ചിന്താഗതി എന്താണ്, ഞാൻ പെർഫെക്ഷനിസ്റ്റ്, അതൊരിക്കലും ഞാൻ മാറ്റാൻ തയ്യാറല്ല എന്നുള്ളത്. അതെ എനിക്ക് അങ്ങനെയുള്ളവര് ടീച്ചബിളേ അല്ല. അങ്ങനെയുള്ളവരോട് മത്സരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലത്. അതെ അതെ ചിലവര് ടീച്ചബിൾ അല്ല. അവര് ആര് പറഞ്ഞാലും അവർക്ക്, എനിക്ക് തോന്നുന്നു അവരുടെ പ്രോസസ്സിങ് അങ്ങനെയാണ്. അവരെ മാത്രമേ കാണുന്നുള്ളൂ. അവര് ചെയ്യുന്നതും പറയുന്നതും ശരിയാണ് എന്നൊരു മെന്റാലിറ്റിയാണ് അത്. അത് അവര് ശരിക്കും പറഞ്ഞാൽ അവര് റിയൽ ലൈഫ് സിറ്റുവേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെ. എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ തെറ്റുകാരാണ്. നമ്മൾ ഈ TA പഠിക്കാൻ നേരത്ത് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നതിന്റെ കൂട്ട് അവര് മറ്റാരെന്ത് എന്നാലും തെറ്റ് സമ്മതിക്കത്തില്ല. അവരുടെ ഭാഗമാണ് ശരി, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള അവർക്കറിയാം എങ്ങനെ പറഞ്ഞു നിൽക്കണമെന്ന്. യെസ് താങ്ക് യു സർ. ഞാനൊരു കാര്യം ചോദിച്ചു, സാറും ഉണ്ടല്ലോ അതുകൊണ്ടാണ്. ശരിക്കും അങ്ങനെയുള്ളവരുടെ അതായത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരായിരിക്കുമോ കൂടുതലും ഇതുപോലെയുള്ള ഡിസീസ്, അതായത് നമ്മൾ പറയുന്ന മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് വരുന്നത്? അതായത് അവര് ഇങ്ങനെ ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ അവരെല്ലാം ശരിയാണ്, പുറത്ത് നോക്കുമ്പോൾ അവർ ഭയങ്കര ഐഡിയൽ ആയിരിക്കും, പക്ഷെ അവരുടെ ഫാമിലിയിലുള്ള ബാക്കി മെമ്പേഴ്സ്, ഇപ്പൊ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ശരിക്കും വിക്ടിമായിട്ട് ഒരു മെന്റൽ ഡിസോർഡേഴ്സിലേക്കൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനോട് എന്താ എല്ലാവരുടെയും അഭിപ്രായം? അത് തന്നെയാണ്. അങ്ങനെയാവുമ്പോഴാണല്ലോ ഈ ഡിപ്രഷനും അതൊക്കെ വരുന്നത്. അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, മറ്റവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഡിപ്രഷനിലേക്ക് പോണത്. അതെ, അല്ലേ? ഡിപ്രഷൻ. അതെ മാം, അത് മാത്രമല്ല, എപ്പോഴും ഈ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റിനൊക്കെ വരുന്നവർ കൂടുതലും ഈ വിക്ടിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേവര് അവര് വളരെ കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഈ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും എപ്പോഴും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ അതെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ആളുകൾ ജീവിക്കുന്ന ഒരു വീട്ടില് അവർക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു അസസ്മെന്റ് നമുക്കിടയിൽ ഒരു ആങ്സൈറ്റിയോ ഡിപ്രഷനോ നമുക്ക് കണ്ടെത്തിക്കോളാൻ പറ്റിക്കോളണം. ഒരു സൊമാറ്റിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അവർക്ക് എന്താണ്, ഒരു വാക്ക് അവർ പറയും, ജീവിതത്തിൽ സമാധാനമില്ല, റെസ്റ്റ്ലെസ്നെസ്, ആ ഒരു വാക്കായിരിക്കും പറയുക എപ്പോഴും. എന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര സമാധാനമില്ലാത്ത ലൈഫാണ്, ഒരു ഹാപ്പിനെസ് ഇല്ല, അതേപോലെ എന്നും ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ നമ്മൾ പല കാര്യങ്ങൾ അസസ്മെന്റ് എടുത്ത് ടൂൾസുകൾ എടുത്ത് നോക്കിയാലും അവർക്ക് പറഞ്ഞ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൽനെസ്സിലേക്ക് നമുക്ക് കിട്ടിക്കൊള്ളണമല്ലോ. പക്ഷെ ഇതിന്റെ ബിഹൈൻഡ് ആയിട്ട് റീസൺ എന്തായിരിക്കും? നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബിഹേവിയർ അവിടെ കാണണം. ആ ബിഹേവിയർ ചിലപ്പോ ഇവരെ ബാധിക്കുന്ന വിക്ടിംസ് ആയിട്ട് ചുറ്റുപാടുള്ള ആളുകളെ ബാധിക്കുന്നതായിരിക്കാം. ചിലപ്പോ ഈ പറഞ്ഞ പോലെ അയാൾ ചിലപ്പോ കുടുംബനാഥൻ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മക്കളെ ബാധിക്കും. അവർക്കൊരു വോയിസ് ഇല്ല സംസാരിക്കാൻ വീട്ടില്. അയാൾ പറയുന്നത് പോലെ ജീവിക്കുക, പക്ഷെ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. NPD പോലത്തെ ആ ഒരു വിക്ടിംസിലേക്കൊന്നുമില്ല. പക്ഷെ കർശനമായിട്ടുള്ള ഒരു ചിട്ടാ ശൈലി, ഇന്ന ഇതൊക്കെ പോയാൽ മതി, എന്റെ കയ്യിൽ ഞാൻ തരുന്നത് മാത്രം നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാശ് തരും അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. ആ ഒരു കാരണം അയാൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതുപോലെ ഒരിക്കലും അയാൾ മാറ്റാൻ തയ്യാറല്ല. ഈ ഒരു കാലഘട്ടത്തിൽ പോലും അയാൾ എന്റെ സ്വഭാവം ഇങ്ങനെയല്ല, ഞാനിപ്പോ പുതിയ കുട്ടികളുമായിട്ട് എന്റെ വൈഫുമായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ എന്റെ ചിന്താഗതിക്കൊന്ന് മാറ്റണം എന്ന് അയാൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പഠിച്ചത്, എന്റെ പാരന്റ് പഠിച്ചിട്ടുള്ളത് ഇന്നത് ഈ ഒരു ശരിയായിട്ടുള്ള രീതിയിലാണ്. അത് എനിക്കൊരിക്കലും തെറ്റായിട്ട് തോന്നുന്നില്ല. അപ്പൊ എന്താണ്, മറ്റുള്ള ആളുകൾ, എന്റെ കൂടെ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, അവരും ഇതനുസരിച്ച് ജീവിക്കണം എന്നുള്ളത്. അവിടെ ഒരു മെന്റൽ ഡിസോർഡറോ അല്ലെ മറ്റൊരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല, അവിടെ ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. പക്ഷെ സാഹചര്യം ഇതായിരിക്കും അവിടുത്തെ അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് കൂടുതലും സോമാറ്റിക് പെയിൻ ഉണ്ടാവില്ലേ, ഫിസിക്കൽ മെന്റലി അവർ ഓക്കെ അല്ല,
അത് ആ അവരെ ഫിസിക്കലി ബാധിക്കുന്നതായിട്ട് കൂടുതൽ കാണാറുണ്ട് നമ്മളല്ലേ. അതെ അതെ ഓരോ കുട്ടികള് പക്ഷെ അങ്ങനെയാവുമ്പോ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ? എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ അതൊന്നും ബുദ്ധിമുട്ടാണ്. കാരണം ആ ട്രീറ്റ്മെന്റ് നമുക്ക് എത്രത്തോളം അയാളുമായിട്ടൊന്ന് സഹകരിച്ചാൽ മാത്രമേ, അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കേസുകൾ വന്നാൽ തന്നെ നമുക്ക്, ഞാനൊക്കെ ശ്രദ്ധിക്കാൽ കൂടെ വന്നുള്ള അയാളെ പെരുമാറ്റം എങ്ങനെയാണെന്നാണ്. കാരണം അയാൾ പറയാണ് ഇവക്ക് എപ്പോഴും വേദനയാണ്, ഞാൻ പല ഡോക്ടറെ അടുത്തും കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള, എവിടെ നിന്നാണ് ആ പെയിന് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്റർവെൻഷൻ അവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ കാരണമാണ് ഈ പെയിന് വരുന്നത്. പിന്നെ അവരുമായിട്ട് പേഴ്സണലായി സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുകയും ചെയ്യും. പക്ഷെ അവിടെ ഇന്റർവെൻഷൻ കൊടുത്തിട്ട് ഒരു കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നമുക്ക് താൽക്കാലികം എന്താ അവരെ സമാധാനപ്പെടുത്തുന്ന രീതി എന്തെങ്കിലും പറഞ്ഞു വിടുക എന്നല്ലാതെ ഒരു നല്ല രീതിയിൽ തെറാപ്യൂട്ടിക് അലയൻസ് ഒന്നും നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊന്നും നിർബന്ധം ഉണ്ടാക്കി കഴിയില്ല. കാരണം അതാണ് സിറ്റുവേഷൻ അവരുടെ. എന്ത് കൊടുത്താലും കയറി ചെല്ലുന്നത് ആ വീട്ടിലേക്ക് തന്നെയാണ്. സപ്പോർട്ടീവായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെയാണ്. അവിടുന്ന് കിട്ടുന്നത് ഈ ഒരു തരത്തിലുള്ള ബിഹേവിയർ ആണ്, ആറ്റിറ്റ്യൂഡാണ്. അതിലൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എൻവിറോൺമെന്റ് അത് ഒരു ഫാമിലി സിസ്റ്റം തന്നെ, ലേണിംഗ് ആണ്. ലേണിംഗ് ബിഹേവിയർ അത് മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ, അത് മാറ്റാൻ പറ്റുന്ന ഒരു ബിഹേവിയർ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊരു കാര്യവും. അത് മാറ്റിയിട്ടില്ല ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോന്നായിട്ട് നമുക്ക് സ്വയം ഓരോരുത്തർ ചിന്തിച്ചു നോക്കി, നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇനി മാറ്റാനുള്ളത്. പുതിയ വർഷമൊക്കെ അല്ലേ, ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റാനുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ എന്നൊക്കെ സ്വയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും നമുക്കൊക്കെ. ഈ സെൽഫായിട്ടും ഐഡിയൽ ആയിട്ടും ഒക്കെ ഉണ്ടാവും. ഓക്കെ. ഒരു കാര്യം താങ്ക് യു. കൂടെ ഷെയർ ചെയ്യാൻ തോന്നി. ഇപ്പം ഈ എക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇപ്പം റിലീസായതാണ്. അതിനകത്ത് പറയുന്ന അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് സംടൈംസ് പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും ഒരേപോലെ ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുക. നമുക്ക് കാണുമ്പോൾ നമ്മളൊരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അയാൾക്ക് ചിലപ്പോൾ റെസ്ട്രിക്ഷൻ ആയിട്ട് തോന്നുന്ന പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പാരൻസൊക്കെ ചിലപ്പം എല്ലാ കാര്യത്തിനും നമുക്കൊരു സ്വാതന്ത്ര്യം തരാതെ, ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത് അവർ സെലക്ട് ചെയ്യും, അല്ലെ, ഏത് കോഴ്സ് എടുക്കണമെന്ന് അവർ ചൂസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വളർന്നൊരു വ്യക്തി വലുതാവുമ്പോഴും ചിലപ്പം അതാണ് ശരിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ പിന്നീട് ഒരു കല്യാണമൊക്കെ കഴിയുമ്പോഴാണ് ഈ പാർട്ട്നേഴ്സിനോടും അത് കാണിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ സമയത്ത് ഇപ്പം ഷെജിലാമൻ പറയുന്ന ഈ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും നമുക്ക് ചിലപ്പം ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിലേതാണ് ശരി എന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്വഭാവമുള്ള ഒരാൾ തന്നെ, അയാളുടെ ധാരണ ഞാനിങ്ങനെ എൻ്റെ പാർട്ട്ണറെ എല്ലാം ഞാൻ ചെയ്തു കൊടുത്താലാണ് പാർട്ട്ണർക്ക് അത് ഹാപ്പി. ഹാപ്പി ആവുണ്ടാവുക. പക്ഷെ പാർട്ട്ണർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ആ പാർട്ട്ണറെ സംബന്ധിച്ച് അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും അയാളുടെ താല്പര്യം. അപ്പം അത് മനസ്സിലാക്കിയാൽ നന്നായി, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്കൊരു സമാധാനം ഉണ്ടാകുന്ന ഒരു ലൈഫ് ഉണ്ടാവില്ല. പറഞ്ഞ് തിരുത്താനും പറ്റില്ല, കാരണം അയാൾ ചെറുപ്പത്തിൽ വളർന്ന് ശീലിച്ചത് അങ്ങനെയാണ്. അയാളത് മാറ്റാനും വിചാരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ നമുക്കുള്ള ഫോൾട്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നമുക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് അതെ. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് നമ്മളെ ചുറ്റും ജീവിക്കുന്നവരോട്, ഫ്രണ്ട്സിനോടും, നമ്മുടെ ഹസ്ബൻഡും വൈഫൊക്കെ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ. നമുക്ക് എന്തായാലും നമ്മളെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് വി ഓൾവേസ് തിങ്ക് വി ആർ ദ ഐഡിയൽ പേഴ്സൺ എന്നുള്ളതാണല്ലോ. അപ്പൊ അത് ഭാര്യനോട് മനസ്സിലാക്കുക. ചോദിക്കുക, ഞാൻ എന്ത് സ്വഭാവമാണ് മാറ്റേണ്ടതുള്ളത്, എന്തെങ്കിലും എന്റെ ഭാഗത്തൊരു ബുദ്ധിമുട്ട്, ഡിസ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ നിനക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ചോദ്യം എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഒരു കൂമ്പാരം അങ്ങോട്ട് കിട്ടിക്കോളും. എന്നിട്ട് അപ്പോ അങ്ങോട്ടും കിട്ടൂട്ടോ. ഞാൻ ഒരാളെ മാത്രമല്ല പറയുന്നത്, രണ്ട് ഭാഗത്തുനിന്നും കിട്ടാനുണ്ടാവും. കാരണം നമ്മളെ പറ്റി, ആണുങ്ങളെ പറ്റി അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളെ പാർട്ട്ണറെ പറ്റി നമുക്കും ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2026 ഈ വർഷമെങ്കിലും ഞാൻ സ്വയമായിട്ട് മാറ്റിയെടുക്കുന്ന, നിനക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്റെ ഭാഗത്തുള്ള സ്വഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മൈന്യൂട്ടായിട്ടുള്ള പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും ബ്രെയിനിൽ, ഒന്നും മറന്നു പോവാൻ. പക്ഷേ ഈ ചോദിച്ചു നോക്ക്. പക്ഷെ ആ ഒരു ചോദ്യം തന്നെ മതി അവർക്ക്. അതെ. അവരൊറ്റ ചോദ്യം മതി. അത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ലേ, നമുക്ക് പരിഹാരം വേണമെന്നില്ല. വി ആർ നോട്ട് ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതല്ല, അതൊന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ആ ചോദ്യത്തിൽ തന്നെ അവരുടെ പദവി പ്രശ്നം മാറും ചിലപ്പോൾ. സോറി, എബി സാർ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ നമ്മൾ ഈ ചോദിക്കുന്നതൊക്കെ കൊള്ളാം,
പക്ഷെ ചോദിക്കാൻ നേരത്ത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്നുള്ള പ്രതീക്ഷ, അല്ലാതെ ആ പറയാൻ നേരത്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവരിപ്പം നമ്മുടെ പാർട്ട്ണറിനോട് അല്ലെ ഫ്രണ്ട്സിനോട് ഇവൻ ചോദിക്കുകയാണ്, എനിക്ക് എന്നെ കുറിച്ചൊരു ഫീഡ്ബാക്ക്, എനിക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോശമായി തോന്നുന്ന കാര്യം എന്താണ്. പക്ഷെ അത് കേൾക്കാനും അക്സെപ്റ്റ് ചെയ്യാനും എനിക്കത് മാറണമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ചോദിച്ചിട്ട് കാര്യം. അല്ലെ പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ അതും കൊണ്ട് ചെയ്തതാണ്, ഞാൻ ഇതും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈറ്റ് അല്ല, ചേഞ്ച് വേണമെന്നുള്ള ഒരു അക്സെപ്റ്റൻസിനോട് കൂടെ ഒരു ചോദിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. സാധാരണ ഈ പാർട്ട്നേഴ്സ് ഒക്കെ ചോദിക്കുന്നത് അങ്ങനെ ചിന്തിച്ചോ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ഒരു രീതി ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു മത്സരമല്ല അവിടെ വേണ്ടുന്നത്. പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കാൻ നേരത്ത് മിക്കവാറും ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. അപ്പം സ്വയം ചേഞ്ചസ് വേണമെന്നുള്ള ഒരു മെന്റാലിറ്റി കൊണ്ട് ചോദിച്ചാൽ അതിനൊരു അർത്ഥവത്വം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ടും അതെ ഇങ്ങോട്ടും മത്സരമാണല്ലോ. ഇപ്പൊ എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കാർക്കും ഒരു കുടുംബജീവിതത്തിലൊക്കെ പ്രയാസം അങ്ങനെ ഉള്ളവരുണ്ട്. പക്ഷെ ഈ ഒരു മാഡം എന്ന് പറഞ്ഞ നമ്മൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. അതാരും ഇപ്പൊ ഒരു കൊച്ചുകുട്ടി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മൃഗങ്ങളെ നോക്കിയാൽ അതും നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഒന്ന് സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെയൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റൂ. സെൽഫ് അക്സെപ്റ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ് സർ, താങ്ക് യു. ഇതിന് വേറൊരു ആംഗിളും കൂടെ ഉള്ള ഇപ്പം അഭി സാർ പറഞ്ഞതിന്, അതായത് സെൽഫ് അക്സെപ്റ്റൻസും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഇതിനൊരു കേസ് പറയുമല്ലോ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ചു അവര് അന്യോന്യം എന്താണ് കറക്റ്റ് ചെയ്യാനുള്ളത്, എന്ത് വിഷമങ്ങളൊക്കെ പറയാമെന്നുള്ള കാര്യം തീരുമാനിച്ചു. എന്നിട്ട് രണ്ടുപേരും പേപ്പറിൽ എഴുതാനായിട്ട് പറഞ്ഞു. അപ്പം ഭാര്യ ലോങ് ലിസ്റ്റില് ഇതൊക്കെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറേ എഴുതി. ഭർത്താവും അടുത്ത ദിവസം രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറയും. അടുത്ത ദിവസം വന്നപ്പോഴത്തേന് ആദ്യമേ ഭാര്യയോട് പറഞ്ഞു ഭാര്യ വായിക്കാൻ. അപ്പം പുള്ളിക്കാരുടെ ലോങ് ലിസ്റ്റ് മുഴുവൻ വായിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പം ഭർത്താവ് പേപ്പർ നല്ല മടക്കി ഒക്കെ വെച്ചിരിക്കുക. ഈ പേപ്പർ എന്നിട്ട് ഭാര്യയുടെ കൊടുത്തു. ഭർത്താവ് നീ തന്നെ വായിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാരി നോക്കിയപ്പോ ഈ പേപ്പറിൽ ഒന്നുമേ എഴുതിയിട്ടില്ല, ബ്ലാങ്ക് പേപ്പറാണ്. അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നീ എന്റെ ഭാര്യയാണ്, നിന്റെ എല്ലാ കുറവുകളും എല്ലാ നന്മയും എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ അപ്പൊ അത് ആ ലേഡിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക. സോ ദാറ്റ് അവർക്ക് അവരുടെ കറക്ഷൻ വേറൊരാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പേ അവരവര് തന്നെ നമ്മളെയും അക്സെപ്റ്റ് ചെയ്യണം, മറ്റേ ആളിനെയും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത്. സോ ബോത്ത് അക്സെപ്റ്റൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മുടെ കുറവുകളും മനസ്സിലാക്കണം, മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടി അംഗീകരിച്ച് നമുക്ക് അവർക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ ചില കേസിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അന്യോന്യം അക്സെപ്റ്റ് ചെയ്യുന്നതും റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? അതെ, മാം പറഞ്ഞിട്ട് നമ്മളെ അംഗീകരിക്കുക, നമ്മുടെ കുറവുകളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് ചേഞ്ചസ് വേണമെന്ന് എനിക്ക് ചേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക് മറ്റുള്ളവർ ചേഞ്ച് ചെയ്യും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയാലും പാർട്ട്ണർ ആയാലും ഞാൻ എന്റെ ചേഞ്ചസ്, എന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കി ഞാൻ സ്വയം ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി കൂടെ ഇരിക്കുന്നവർ ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്തോളും. മാമി പറഞ്ഞപ്പോ ഞാനും ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു തമാശ പോലെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ മൂവി കണ്ടുകൊണ്ടിരിക്കുക നേരത്തെ ഒരു എലി ചാടിപ്പോയി. എനിക്കറിയില്ല എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഓ എലി ഇവിടെ നിന്നാ ചാടിപ്പോയെ. അപ്പൊ ഭാര്യ പറഞ്ഞു, അല്ല അപ്പുറത്തെ സൈഡിൽ കൊണ്ടാ പോയെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് അല്ല, റൈറ്റ് സൈഡിൽ കൂടെ ഞാൻ കണ്ടോണ്ടിരിക്കുക, റൈറ്റ് സൈഡിൽ കൂടെ പോയത്. വൈഫ് പറഞ്ഞു, ഇല്ല ലെഫ്റ്റ് സൈഡിൽ ഞാനും കണ്ടോണ്ട്. അങ്ങനെ ഭയങ്കര വഴക്കായി. അങ്ങനെ അവർ പണ്ടേ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അംഗീകരിച്ചു തരത്തില്ല. അപ്പൊ ഭയങ്കര ഇഷ്യൂ ആയി. അത് പഴയ കാര്യങ്ങൾ ഡിഗ് ചെയ്തെടുത്ത് വലിയ ഇഷ്യൂ ആയി. അങ്ങനെ അത് കോടതിയിലെത്തി അവർ ഡിവോഴ്സിന്റെ വക്കീലൊക്കെ ആയി. അങ്ങനെ പിന്നെ കൗൺസിലിനെയൊക്കെ കണ്ടു പ്രശ്നമൊക്കെ പരിഹരിച്ചു. അങ്ങനെ വീണ്ടും ഒരുമിച്ച് ഇങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ വൈകുന്നേരം ഇരിക്കാൻ നേരത്ത് ഹസ്ബൻഡ് ചോദിച്ചു, ഇനിയെങ്കിലും നീ സത്യം പറ, ആ എലി ചാടിപ്പോയത് റൈറ്റ് സൈഡിൽ കൂടെ അല്ലേ? അപ്പൊ വൈഫ് പറഞ്ഞു,
ചേട്ടൻ ഇനിയെങ്കിലും സത്യം പറ, അത് ലെഫ്റ്റ് സൈഡിൽ കൂടെ അല്ലേ ചാടുക? അതായത് ഇത്രയും കാര്യങ്ങൾ വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്ന് ചെറിയൊരു ഇഷ്യൂ ആണ്, പക്ഷെ നമ്മളതിനെ വലിയൊരു പ്രശ്നമാക്കി എടുത്ത്. അത് ഞാൻ പറഞ്ഞത്, അവനവനെ മനസ്സിലാക്കിയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു കോമഡി ആയിട്ട് ഒരു കഥയാണ്, ഒരു ഫാമിലിയിൽ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണിത്. ശങ്കരൻ പിന്നെയും തെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ മാതിരി അല്ലേ? അത് തന്നെ. ഇത്രയും ഉണ്ടായിട്ടൊന്നും പഠിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ അതെ, പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനുമില്ല. ചെയ്യാനില്ല. അതെ. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ റൂയിൻ ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നോ വൺ എൽസ് ക്യാൻ ഹെൽപ്പ് us. ഉം. അതിപ്പം തെറാപ്പിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും. എല്ലാവർക്കും ഒരു പരിധി ഉണ്ടല്ലോ. യെസ് ചിലർ ടീച്ചബിൾ അല്ലാത്തവരെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് സന്തോഷത്തോടെ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തർക്കിക്കാൻ പോകാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഷജീല മാം. ഷജീല മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നമുക്കൊക്കെ അറിയണ കാര്യമാണെങ്കിലും ഇത് പറയുമ്പോഴാണ് നമ്മൾ അതിലൊക്കെ ശ്രദ്ധിക്കണത് ശരിക്കും. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ ഈ ജനറേഷനാണ് ഈ ക്ലാസ് ഒക്കെ കേൾക്കേണ്ടത്. എന്നാ കുറെ അധികം നന്നായിരുന്നു. ഇപ്പൊ നമ്മൾ കുറെ പ്രായമായവരാണ് ഈ രാവിലെ മറ്റവർക്ക് ഇതൊന്നും ഇപ്പൊ തോന്നില്ല. അവരുടെ ലൈഫൊക്കെ കുറെ കഴിയുമ്പോഴാണ് ഇതിലേക്കൊക്കെ ശ്രദ്ധ വരുന്നത്. അപ്പോഴേക്കും കൈ വിട്ട് പോയിട്ടുണ്ടാവും. അതാണ് ഒരു പ്രശ്നം. താങ്ക് യു മാം, എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. പ്രായം ചന്ദ്ര കുറഞ്ഞ മാം. ആളുകളുണ്ട് കേട്ടോ അവിടെ മാം. ആണോ? എന്നാ നല്ലത്. എനിക്കൊക്കെ 25 വയസ്സായിട്ടേ ഉള്ളൂ. അതെയോ? വെരി ഗുഡ്. സാധാരണ ആ ഒരു ഏജിലൊന്നും ആരും ഇതിന് പുറപ്പെടാറില്ല. 25 വയസ്സായിട്ട് എത്ര വർഷമായെന്നും കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മുടെ 20 ചന്ദ്രമാമിന്റെ ഫീഡ്ബാക്ക് കിട്ടിയില്ല. ഇന്ന് മാമിന് ചന്ദ്ര സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ടൈപ്പ് കാരണം ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ചന്ദ്ര വോയിസ് ആയിട്ട് കിട്ടിയില്ല, വളരെ ഉപകാരമായിരുന്നു. അതെ അതെ. അതെ സർ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഡിസ്കഷൻ, പിന്നെ എക്സ്പേർട്ട് നിസാവ് സർ ഉള്ള സ്ഥിതിക്ക് ഞാൻ കേട്ടോണ്ടിരുന്നു. ഈ രണ്ട് വാട്ട് ടു സേ സെൽഫ്സ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ, അത് നമ്മളുടെ ഓരോരോ ഇൻഡിവിജ്വൽ എവിടെയാണ് ഇത് പുറത്ത് കൊണ്ടുവരുന്നത്. ഓൾറെഡി സജില മാം പറഞ്ഞ മാതിരി വീട്ടില് നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് റിയൽ സെൽഫും പുറത്തു പോകുമ്പോൾ ഐഡിയൽ സെൽഫാണ്. പിന്നെ ഇപ്പൊ സർ ഡിസ്കഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പോ അത് കണക്ട് ചെയ്ത് നോക്കി. ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഐഡിയൽ സെൽഫ് കാണിക്കുമ്പോൾ ഉള്ള ഇഷ്യൂസ് ആണ്. ഇപ്പൊ അബി സാറും ഒരു കേസൊക്കെ പറഞ്ഞു, കോടതിയിൽ കാണുന്നത് ഈ ഒരു ഐഡിയൽ സെൽഫ് ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ചിലപ്പോ ഒരു ഈഗോ ഇഷ്യൂസും ഒക്കെ ആയിരിക്കാം നമ്മള് ഈ ഫാമിലീസിലൊക്കെ ഇഷ്യൂസ്. പിന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ സൂസൻ മാം പറഞ്ഞ മാതിരിയും ഈ ഒരു ഐഡിയൽ സെൽഫ് ആണ് കൂടുതൽ കാണിക്കുന്നവർ ഉള്ളത് കൊണ്ടാണ് ഈ ഫാമിലി മാറ്റേഴ്സിലെ ഫാമിലി കേസസ് ആയിട്ട് വരുമ്പോൾ ഈ റിയൽ സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആ ഇൻഡിവിജ്വൽക്ക് ഡിഫിക്കൾട്ടാണ്. ആ ഇൻഡിവിജ്വൽ അത് കാണിക്കില്ല. ഞങ്ങളുടെ ഓഫീസിലൊക്കെ വരുമ്പോൾ തർക്കിച്ചോണ്ടിരിക്കും. ഞാൻ എൻ്റെ റിയാലിറ്റി ഇതാണെന്നുള്ളതായിരിക്കും പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. പിന്നെ ഞാനിവിടെ നിസവ് സർ പറയുമ്പോൾ ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നതും സാറുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഈ സാർ ഏത് സെഷനിൽ കയറുമ്പോഴും ഇവിടെ കുറച്ച് ആൾക്കാർ നല്ല ഫീഡ്ബാക്സ് തരുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് പഠിക്കാനായിട്ടും ഞാൻ ഇപ്പൊ ഓഫ് ലേറ്റ് ആയിട്ട് കയറുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കാന്നുള്ളതും പഠിക്കേണ്ടതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. എനിവേ താങ്ക് യു വെരി മച്ച്. ആൻഡ് താങ്ക് യു നിസവ് സർ. നിസവ് സർ ജോയിൻ ചെയ്യുന്നതോറും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അബി സർ, റാവ്, ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മുടെ നോളജ് ഗ്രോ ആവുന്നുണ്ട്. സോ മോർണിംഗ് സർക്കിൾ ഇസ് വെരി വെരി വാല്യുവബിൾ ആണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. പിന്നെ ഞാൻ കയറാതിരിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടി ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഡേയില് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, മ്യൂട്ടായിട്ട് ഇരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടു എന്ന് വരും. എനിവേ താങ്ക് യു. സോറി ഫോർ നോട്ട്
opening the video. Thank you, Chandra ma'am. Thank you so much. വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ നമുക്ക്? അതെ. താങ്ക്സ് ഇത് എവരിവൺ ജോയിൻ ഫോർ ജോയിനിങ്. താങ്ക് യു. ഇന്ററാക്ട് യെസ്, ചെയ്ത ഗുഡ് ഡേ. ഗുഡ് ഡേ ടു എവരി വൺ. താങ്ക് യു. ആ Good day. ഫീഡ്ബാക്ക് മാം സൂസമൻ പറഞ്ഞോട്ടെ, അവസാനത്തെ പിരിച്ചുവിടല്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഇന്നിപ്പോ നമ്മൾ ഐഡിയൽ സെൽഫിനെ പറ്റി റിയൽ സെൽഫിനെ പറ്റിയൊക്കെ കേട്ടല്ലോ. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി നമുക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത ഈ പുതിയ വർഷവും മുന്നോട്ടുള്ള ജീവിതമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ് അല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ നന്നായിട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു. ബൈ.